രാഹുൽ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ പ്രതി അവിടെ ഉണ്ടായിരുന്നു എന്നാണോ നമുക്ക് അറിയാൻ കഴിഞ്ഞത്? ഒരുപക്ഷെ പിതാവിനെ ചോദ്യം ചെയ്തതിൽ നിന്നൊക്കെ പോലീസിന് വിവരം കിട്ടിയിട്ടുണ്ടാകുമോ വാഗമണ്ണിൽ ഉണ്ട് പ്രതി എന്നതിൽ? അനുജ, ഒരുപക്ഷെ അതിന് മുമ്പ് തന്നെ പോലീസിന് വിവരം പിതാവിനെ ചോദ്യം ചെയ്ത് പിതാവിൽ നിന്ന് വിവരം ലഭ്യമാകുന്നതിന് മുമ്പ് തന്നെ ഈ പ്രതി എവിടെ ഉണ്ട് എന്നുള്ളത് വാഗമൺ പോലീസിന്റെ വിവരം ലഭിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. അതായത് പിതാവ് ഒരു കാരണവശാലും ഇത് പറയില്ല എന്നുള്ള കാര്യം പോലീസിന് അറിയാമായിരുന്നു. എങ്കിൽ പോലും പോലീസിന് കൃത്യമായിട്ടുള്ള അവരുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വിവരങ്ങൾ കൃത്യമായിട്ട് അവർക്ക് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പരിശോധന നടത്തുകയും ചെയ്തത്. പോലീസിന്റെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യവും അങ്ങനെ തന്നെയാണ്. അതായത് ഒളിവിൽ പോകാൻ വേണ്ടി സഹായം ഏർപ്പെടുത്തിയത് ഈ സിറിയക്കിന്റെ പിതാവ് തന്നെയാണ്. ബന്ധുവിന്റെ സഹായത്തോടു കൂടിയാണ് വാഹനത്തിൽ ഈ കണ്ണംകുളത്തെ, അതായത് വാഗമണിനടുത്ത് സമീപ പ്രദേശങ്ങളിലുള്ള റിസോർട്ടാണ് കണ്ണംകുളം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്, അവിടുത്തെ റിസോർട്ടാണ്. അവിടേക്ക് ബന്ധുവിന്റെ സഹായത്തോടു കൂടിയാണ് എത്തുകയും ചെയ്തത്. അതിനുശേഷം ആ ബന്ധു മടങ്ങി പോവുകയും ചെയ്തു. ഇവിടെ എത്തിയതിനു ശേഷമാണ് ഈ രൂപമാറ്റം ഉൾപ്പെടെ, അതായത് താടിയും മീശയും ഒക്കെ പഠിച്ച് മറ്റൊരു രൂപത്തിലേക്ക് അയാൾ പോയത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പോലീസിന് മറ്റ് സോഴ്സിലൂടെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പ്രതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതെങ്കിലും വിധത്തിൽ ബന്ധു ഈ പിതാവിനെ, സിറിയക്കിന്റെ ജോർജിനെ ചോദ്യം ചെയ്തതിൽ നിന്നല്ല ഈ വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ലിറ്റിൽ ഫ്ലവർ കോളേജുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികളുടെ പ്രതിഷേധം കണ്ടതാണ്. യുവജന സംഘടനകളുടെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ആ കുട്ടിയുടെ അപകടം നടന്ന് ആ കുട്ടി മരണപ്പെട്ട് അതിനുശേഷം അതിൻ്റെ മറ്റ് അടക്കം ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ പ്രതിയെ പിടികൂടുന്നതിന് വേണ്ടി എന്തുകൊണ്ട് കാലതാമസം ഉണ്ടാകുന്നു? കാരണം ഇടിച്ച വാഹനം കണ്ടെത്തിയതാണ്. ആ വാഹനത്തിന്റെ ഉടമ ആരാണെന്ന് കൃത്യമായി കണ്ടെത്തിയതാണ്. ആ ഇടിച്ച ആള് ആ വാഹനം ഓടിച്ചിരുന്നത് സിറിയക്കാണെന്നും കണ്ടെത്തിയതാണ്. പക്ഷേ ഇത്രയും ദിവസം ആ സിറിയക്കിന് ഒളിവിൽ താമസിക്കാൻ വാഗമണ്ണിൽ അവസരം ഒരുക്കി കൊടുത്തത് ഒരുപക്ഷെ പോലീസിന്റെ വീഴ്ച എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. എന്തായാലും ഒടുവിൽ സിറിയക്കിനെ പിടികൂടിയിരിക്കുന്നു. ആ കുട്ടിക്ക് നീതി ലഭ്യമാകുന്ന വിധത്തിൽ കൃത്യമായിട്ടുള്ള ശിക്ഷാ നടപടികൾ കൂടി, അല്ലെങ്കിൽ ആ വകുപ്പുകൾ കൂടി ചേർത്തുകൊണ്ട് ഈ സിറിയക്കിനെതിരെ കേസെടുക്കുമോ ഇനി എന്നുള്ളതാണ് കാത്തിരുന്ന് കാണുകയും ചെയ്യേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.